يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഭവനത്തിൽ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമ്മെ സഹായിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരല്പസമയത്തെ ഉത്ബോധനമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പറയുവാനും അത് ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ കേൾക്കുവാനും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ പ്രതിഫലനങ്ങൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനുഷ്യരായ നമ്മളെല്ലാം പരിഗണന ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും അതിനെ മറ്റുള്ളവർ പരിഗണിക്കുക, അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുക, അതിൻ്റെ ഭാഗമായി മറ്റു ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്നത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രവർത്തനം ജീവിതത്തിൽ നാം കാഴ്ചവെക്കുമ്പോഴും അത് ആളുകൾക്ക് ഇഷ്ടമുള്ളതാണോ എന്നത് പരിശോധിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നന്മകൾ ജീവിതത്തിൽ നിർവഹിക്കാറുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ആരുടെയൊക്കെ പരിഗണനകൾ അവൻ്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണനയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും
എല്ലാ സമയത്തും ലഭിക്കണമെന്ന് അവൻ ജീവിതത്തിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതും എന്നതിൽ ഒരു സംശയവുമില്ല. സ്വഹാബത്തിൻ്റെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അള്ളാഹുവിൻ്റെ പരിഗണനക്കായിരുന്നു എന്നത് അവരുടെ ജീവിതം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. ഖൈബർ യുദ്ധത്തിൻ്റെ തലേ ദിവസം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ മുഴുവൻ കൂട്ടി നിർത്തിയിട്ട് ചില ഉപദേശങ്ങൾ ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, സ്വഹാബ, നാളെ ഖൈബറാണ്, യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖൈബർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു യുദ്ധത്തിൻ്റെ അമീറായി, പതാകവാഹകനായി ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കും. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ്റെ പ്രവാചകനായ ഞാനും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല, ആ വ്യക്തി ലോകരക്ഷിതാവായ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ്റെ പ്രവാചകനെയും തിരിച്ചിഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നാളെ ഖൈബറിൻ്റെ അമീറായി, പതാകവാഹകനായി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുക എന്ന്. ഇത് പറഞ്ഞ് പ്രവാചകൻ ആ സദസ്സ് അവസാനിപ്പിക്കുകയാണ്. സ്വഹാബത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബാക്കളിൽ പല ആളുകൾക്കും അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. നാളെ ആരെയായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിൻ്റെ നേതാവായി തെരഞ്ഞെടുക്കുക? അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ പരിഗണിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എൻ്റെ പേരൊന്ന് നാളെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പല സ്വഹാബത്തും അന്ന് രാത്രിയിൽ അവരുടെ ഉറക്കമൊഴിച്ച് ആ രാത്രിയെ കൊണ്ടുപോയത് എന്ന് ചരിത്രത്തിൽ കാണാം. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഓരോരുത്തരും വളരെ നേരത്തെ തന്നെ പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിൻ്റെ റസൂൽ എന്നെ നേതാവാക്കിയിരുന്നെങ്കിൽ. അങ്ങനെ സ്വഹാബത്ത് മുഴുവൻ കടന്നു വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രവാചകന്റെ ചുണ്ടിലേക്ക് സ്വഹാബത്ത് നോക്കിയിരിക്കുകയാണ്. ആരുടെ പേരാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്? ആരുടെ നാമമാണ് പ്രവാചകന്റെ നാവിൽ നിന്ന് വീഴുന്നത്? കാത്തിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂലിന്റെ ചോദ്യം, ഐന അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എവിടെയാണ്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അദ്ദേഹം രോഗിയാണ്, കണ്ണസുഖം ബാധിച്ച് വീട്ടിലാണ്, വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞയച്ചു, അലിയെ കൂട്ടിവരാൻ പറഞ്ഞു. പ്രവാചകന്റെ സദസ്സിലേക്ക് സുഹാബി അലി റളിയല്ലാഹു അൻഹുമായി കടന്നു വന്നു. അല്ലാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീര് ഒരൽപ്പം തൻ്റെ കയ്യിലെടുത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ പുരട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം അവിടെ വെച്ച് ശിഫയായി എന്നും അദ്ദേഹത്തെ ഖൈബറിൻ്റെ നേതാവാക്കി ഇസ്ലാമിക ചരിത്രത്തിൽ ആ യുദ്ധത്തിന് അദ്ദേഹം നായകത്വം വഹിച്ചു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആ പരിഗണന കിട്ടുമെന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കാൻ സ്വഹാബത്തിനെ പ്രേരിപ്പിച്ചതെന്താ? പ്രവാചകൻ പറഞ്ഞ ചില വാചകങ്ങളാണ്. ആ വ്യക്തിയുടെ സവിശേഷതയായി അള്ളാഹുവിൻ്റെ റസൂൽ രേഖപ്പെടുത്തിയ ചില വചനങ്ങളാണ്, അല്ലേ? ഒന്ന്, യുഹിബ്ബുഹുല്ലാഹു വറസൂല വയുഹിബ്ബുഹുല്ലാഹു വറസൂല. അദ്ദേഹം അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവും റസൂലും തിരിച്ചും അങ്ങനെ തന്നെ അദ്ദേഹത്തെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വാചകമാണ് അത് ഞാനായിരുന്നെങ്കിലെന്ന് സ്വഹാബത്ത് ജീവിതത്തിൽ ആഗ്രഹിച്ചത്. ഞാൻ പറയുന്നത്, സ്വഹാബത്തൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അള്ളാഹുവിൻ്റെ പരിഗണനയും ഇഷ്ടവും ജീവിതത്തിൽ ലഭിക്കണമെന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിനുള്ള മാർഗമെന്ന് പറയുന്നത്?
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. അല്ലാഹുവിന്റെ പരിഗണനയാണോ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ പരിഗണന ലഭിക്കുന്ന ഒരു കാര്യം അത് ദുആ ആകുന്നു, പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയേക്കാൾ റബ്ബിന്റെ അടുക്കൽ പരിഗണന ലഭിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ഇഷ്ടം കിട്ടണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളാന്റെ റസൂല് പറയാൻ, ദുആ എന്ന് പറയുന്ന, പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തെക്കാൾ ജീവിതത്തിൽ റബ്ബിന്റെ പരിഗണന ലഭിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ റബ്ബ് അവനെ പരിഗണിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നബിയേ, അവരുടെ പ്രാർത്ഥനയില്ലാതെ എങ്ങനെയാണ് അവരുടെ റബ്ബ് അവരെ പരിഗണിക്കുക എന്ന് അവരോട് ചോദിക്കും നബിയേ. അല്ലാഹു റസൂലിനോട് അള്ളാഹു ചോദിക്കാൻ പറയാൻ, നിങ്ങളെ റബ്ബ് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നമ്മളെ പരിഗണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ജീവിതത്തിൽ അതിശക്തമായി ആ ഇബാദത്തിന്റെ മേഖലയിൽ അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്, അല്ലേ? അള്ളാഹനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് ഇബാദത്ത്, പ്രാർത്ഥന തന്നെയാണ് ആരാധന. നമ്മുടെ ജീവിതത്തിൽ ഏതേത് ഇബാദത്തുകൾ നമ്മൾ പരിശോധിച്ചാലും അതിലൊക്കെ റബ്ബിനോടുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തന്നെയാണ് ഒരു വിശ്വാസിക്ക് അവന്റെ റബ്ബിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് നമ്മളെ പരിഗണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആ പ്രാർത്ഥന എന്ന ആയുധത്തെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക എന്നാണ്, അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ അവന്റെ അടിമകളോട്, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. വഖാല റബ്ബുകും ഉദൂനി അസ്തജിബ് ലക്കും മിനല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു പറയാണ്, അല്ലേ, മനുഷ്യരെ, വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നോട് ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആവലാദികളും നിങ്ങളുടെ വേവലാദികളുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും. നിങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പരിഹാരങ്ങൾ ഞാൻ എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോടുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ, എന്നോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആരെങ്കിലും കിബറ് കാണിച്ച് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കത് റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ കൊണ്ട് കഴിയുന്നതാണ് അതൊക്കെ എന്ന് വിചാരിച്ച് ഇബാദത്തിന്റെ കാര്യങ്ങളിൽ, പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ കിബറ് നടിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദ്യനായി അള്ളാഹുവിന്റെ നരകത്തിന്റെ ആ അവകാശികളിൽ അവൻ ഉൾപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരായത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കാതെ അഹങ്കാരികളായി ജീവിക്കുന്നവരാണോ അവർ റബ്ബ് പരിഗണിക്കുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് കത്തിജ്വലിക്കുന്ന നരകമാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കോപിക്കുന്നതാണ്. ചോദിക്കാത്ത ഒരാളാണോ എങ്കിൽ അവനോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ് എന്നാണ്. നമ്മൾ നേരെ തിരിച്ചാണ്, അല്ലെ? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്ന ആളുകൾ മനുഷ്യർക്ക് വളരെ ദേഷ്യമായിരിക്കും. ഒരാളോട് നമ്മൾ ഒരു 500 രൂപ കടം വാങ്ങി, ഒരുപക്ഷെ നമ്മുടെ പ്രയാസം കണ്ട അദ്ദേഹം നമുക്കത് തന്നേക്കാം.
അടുത്ത ആഴ്ച പോയിട്ട് അതേ വ്യക്തിയോട് 500 കൂടി വേണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പക്ഷെ നമുക്ക് അയാളൊരു അല്പം പ്രയാസത്തോടു കൂടിയാണെങ്കിലും അത് തന്നേക്കാം. 3-ാമത്തെ ആഴ്ച പോയിട്ട് വീണ്ടും നമ്മളൊരു 500 ചോദിച്ചാൽ ആ ആൾക്ക് നമ്മളെക്കുറിച്ച് അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഇഷ്ടമായിരിക്കുമോ, അതല്ല ഒരു പ്രയാസമായിരിക്കുമോ, വെറുപ്പായിരിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് വെറുപ്പ് തന്നെ ആയിരിക്കും അല്ലേ? കൂടെ കൂടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എങ്കിൽ അള്ളാഹു നേരെ തിരിച്ചാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങൾ 2 കൈകളും ഉയർത്തി എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ആവശ്യം ചോദിച്ചിട്ട് ആ കൈകളെ വെറുതെ വിടുന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലേ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യനാണ്, അങ്ങേയറ്റത്തെ ലജ്ജയുള്ളവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദുഹുമാ സിഫ്റാ. ഒരടിമ തൻ്റെ 2 കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് അവൻ തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരവും കൊടുക്കാതെ ആ കൈകളെങ്ങാനും അല്ലാഹു വെറുതെ അയക്കുക എന്നത് അത് അല്ലാഹുവിന് അങ്ങേയറ്റത്തെ ലജ്ജയുള്ള കാര്യമാണ്. അള്ളാഹിനോട് ചോദിച്ചിട്ട് ഒന്നും കൊടുക്കാതെ ആ കൈ ഇങ്ങോട്ട് താഴ്ത്തിയിടുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ലജ്ജയുള്ള കാര്യമാണ്. അതുകൊണ്ട് ചോദിച്ചാൽ തരുമെന്ന് ഉറപ്പുള്ള ഒരു റബ്ബുണ്ട് നമുക്ക്, ഒരു രക്ഷിതാവുണ്ട് നമുക്ക് എന്ന് അള്ളാഹു അവനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയുമ്പോഴും, ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലേ, ഇങ്ങനെയൊക്കെ റബ്ബ് പറയുമ്പോഴും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആ പരിഗണനയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവരാണോ നമ്മൾ? റബ്ബ് പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ളൊരു ഇജാബത്തൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പുരോഗതിയൊന്നും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന അത് പ്രാർത്ഥനയായിട്ടുണ്ടോ എന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ആലോചന എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന അത് പ്രാർത്ഥനയായിട്ടുണ്ടോ അല്ലേ? എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി തൻ്റെ റബ്ബിനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ റബ്ബിനെ ബോധ്യപ്പെടുക എന്നതാണ് പ്രാർത്ഥനയിൽ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ട മര്യാദ. റബ്ബിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ പറ്റണം അല്ലേ? ആരാ നമ്മുടെ റബ്ബ്? പ്രിയപ്പെട്ടവരെ, ആരാ റബ്ബ്? നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ച, ഈ കാലം വരെയും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു പോലും നമുക്ക് വേണ്ടി സംവിധാനിച്ചവനാണ് നമ്മുടെ റബ്ബ് എന്ന് ജീവിതത്തിൽ ബോധ്യപ്പെട്ട് ആ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ആ റബ്ബിനെ ബോധ്യപ്പെടുമ്പോൾ സ്വർഗത്തെ ജീവിതത്തിൽ ബോധ്യപ്പെടും. ആ റബ്ബിനെ ബോധ്യപ്പെടുമ്പോൾ നരകത്തെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടും. പരലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടാണോ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടും. ആ ചോദ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇജാബത്തുണ്ടാകും അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചോദ്യമാണ് റബ്ബിനോട് ചോദിച്ചത്. കത്തിജ്വലിക്കുന്ന ഭയാനകരമായ തീയിൻ്റെ അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോൾ ഹസ്ബി അല്ലാഹ്, എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും. ആ തീയിൻ്റെ മുമ്പിലും പതറാതെ ഇബ്രാഹിം നബിക്ക് നിൽക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? റബ്ബാരാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഫിറഔൻ എന്ന അക്രമിയും അനുയായികളും തന്നെ കൊലപ്പെടുത്താൻ ആയുധങ്ങളുമായി കടന്നു വന്നപ്പോൾ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സമുദ്രത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം എന്താ അല്ലേ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അതാണ് റബ്ബിനെ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞത്. ഭയാനകരമായ കടലിന്റെ ഇരുട്ടിന്റെ ഉള്ളിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിശക്തമായ മറ്റൊരു ഇരുട്ടറയാകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലേ? അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല, നീ പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. അതാണ് റബ്ബിനെ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ. ജീവിതത്തിന്റെ ഏതൊക്കെ പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ അല്ല എന്നെ സഹായിക്കുമെന്ന ആത്മാർത്ഥമായ മനസ്സുകൊണ്ട് അവന്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഇഖ്ലാസോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുക. അങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയല്ലേ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ പ്രതിഫലനങ്ങൾ എന്ന വിഷയം പറയുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് ജീവിതത്തിൽ റബ്ബിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് ബോധ്യപ്പെട്ട സ്വഹാബത്ത് പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലേ? ഉഹദ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധം നടക്കാനിരിക്കുകയാണ്. ഹിജ്റ 3-ാം വർഷം ബദർ യുദ്ധത്തിൽ അതിശക്തമായി വിജയം കിട്ടി. അതിൻ്റെ ആഘാതമാണ് ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണമെന്ന ചിന്തയിലേക്ക് അവരെ നയിച്ചത്. അതുകൊണ്ട് തന്നെ ഉഹദ് പെട്ടെന്നുണ്ടായ ഒരു യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് മദീനയുടെ ഉള്ളിൽ വന്ന് ശത്രുക്കൾ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ സ്വഹാബത്തൊക്കെ വളരെയധികം പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ് ഉഹദ് യുദ്ധം സംഭവിക്കുന്നത്. ആ സന്ദർഭത്തിൽ മഹാനായ 2 സ്വഹാബിമാർ, പ്രവാചകന്റെ പ്രിയപ്പെട്ടവരായ 2 സ്വഹാബിമാർ, അവർ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ ഉഹദിന്റെ തലേ ദിവസത്തെ ആ രംഗം വായിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആണ്. അവർ രണ്ടുപേരും ഉഹദിന്റെ തലേ ദിവസം ഇങ്ങനെ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും പറയുന്നുണ്ട്, നാളെ ഉഹദാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലോ? അവർ രണ്ടുപേരും സമ്മതിച്ചു. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായി മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, നാളെ ഉഹദ് നടക്കാനിരിക്കുകയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ ഇതാ എൻ്റെ മുമ്പിലേക്ക് ശത്രുപക്ഷത്തു നിന്നുള്ള അതിശക്തനായ ഒരു പോരാളിയെ നീ അയക്കണം. അങ്ങനെ ഞാനും ആ മനുഷ്യനും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കണം. ആ പോരാട്ടത്തിൽ അതിൻ്റെ അവസാനത്തിൽ എൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആ ശത്രുവിനെ ഞാൻ കീഴ്പ്പെടുത്തി, അവനെ ഞാൻ കൊലപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ യുദ്ധമുതലുമായി തിരിച്ചു നടക്കാൻ എനിക്കുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റബ്ബേ എന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹുവിന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം കൈകൾ ഉയർത്തി എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നാളെ ഉഹദ് നടക്കാനിരിക്കുകയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ ഇതാ ശത്രുപക്ഷത്ത് നിന്ന് ഏറ്റവും ശക്തനായ ഒരു പോരാളിയെ എൻ്റെ മുമ്പിലേക്ക് നീ അയക്കണേ റബ്ബേ. അങ്ങനെ ഞാനും അയാളും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കണം. പോരാട്ടത്തിൻ്റെ അവസാനത്തിൽ അയാൾ എന്നെ കീഴ്പ്പെടുത്തണം, അയാൾ എൻ്റെ കഴുത്തിലേക്ക് ആഞ്ഞുവെട്ടണം. അവിടെ വെച്ച് ഞാൻ ഷഹീദാകണമെന്ന് മാത്രമല്ല റബ്ബേ, എൻ്റെ കാത് ആ ശത്രു അറുത്തു മാറ്റണം, എൻ്റെ കണ്ണ് ആ ശത്രു ചുഴന്നെടുക്കണം, എൻ്റെ മൂക്ക് ആ ശത്രു മുറിച്ചു മാറ്റണം. അങ്ങനെ ശരീരം വികൃതമാക്കപ്പെട്ട രൂപത്തിൽ നിന്റെ മുമ്പിലേക്ക് ഞാൻ നാളെ കടന്നു വരും. ആ സമയത്ത് പരലോകത്ത് വെച്ച് അല്ലാഹുവേ, നീ എന്നോട് ചോദിക്കണം, അബ്ദുല്ലാ,
ഫീമ ജദഅ അൻഫക വ ഉദ്നക. അബ്ദുള്ള, നിന്റെ ചെവി എവിടെ പോയി അബ്ദുള്ള? നിന്റെ കാതുകൾ എവിടെ പോയി അബ്ദുള്ള? നിന്റെ മൂക്കെവിടെ പോയി അബ്ദുള്ള എന്ന് റബ്ബേ നീ എന്നോട് ചോദിക്കുമ്പോ പരലോകത്ത് ഞാൻ നിന്നോട് പറയുമല്ല, വഫീക വഫീ റസൂലിക, അല്ലാഹുവേ നിന്റെ മാർഗത്തിലാണ് ഞാനത് കൊടുത്തത്, നിന്റെ റസൂലിന്റെ മാർഗത്തിലാണ് ഞാനത് കൊടുത്തത് എന്ന് റബ്ബേ ഞാൻ നിന്നോട് മറുപടി പറയുമ്പോ ഫതഖൂൽ, അല്ലാഹുവേ നീ പറയണം, സ്വദഖ്ത, അബ്ദുള്ള നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് സത്യമാണ് എന്ന് നീ പറയണം എന്ന് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ഉഹദ് നടക്കുകയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ നിന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഉഹദിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഉഹദിൽ ചില കയറുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, അതിൽ ചില ചെവികൾ കിടന്നാടുന്നുണ്ട്, അതിൽ ചില മൂക്കുകൾ കിടന്നാടുന്നുണ്ട്, ചില കണ്ണുകൾ അവിടെ ഇങ്ങനെ തൂങ്ങിയാടുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം അതെന്റെ കൂടെ ഇന്നലെ പ്രാർത്ഥിച്ച മഹാനായ അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഉറപ്പിച്ചിട്ടാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ നിന്ന് തിരിച്ചു നടക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് അവരുടെ പ്രാർത്ഥന അല്ലേ? അവരുടെ പ്രാർത്ഥനയുടെ ആഴം എത്രയാണ്? അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വർഗമെന്താണ് എന്ന്, അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നരകമെന്താണ് എന്ന്. അവർക്ക് റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് അത്തരം പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി നിർവഹിക്കാൻ അവർക്ക് പറ്റിയത്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് നരകം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ റബ്ബാരാണെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവരുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് പലപ്പോഴും പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയതാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം, ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ടാണ് പലപ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ മറന്നു പോകുന്നവർ, ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ സമയം വരുമ്പോൾ അള്ളാഹിനെ മറന്നു പോകുന്നവർ, രോഗികളാകുമ്പോഴും കടത്തിൻ്റെ ബാധ്യതകൾ പെരുകുമ്പോഴും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴും മാത്രം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവർ, അവൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തുന്നവർ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ പറഞ്ഞല്ലോ, വൈദാ മസ്സൽ ഇൻസാന അൽദുറു ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ. അല്ലേ? അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രയാസത്തിൻ്റെ സമയം വരുമ്പോൾ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടുമൊക്കെ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുന്നവർ. എന്നാലോ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅല്ലം യദഉനാ ഇലാ ദുർരിൻ മസ്സഹു. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പ്രയാസം ഞാൻ അങ്ങ് മാറ്റിക്കൊടുത്താൽ, അവൻ ചോദിച്ചതെന്താണോ ആ ചോദ്യത്തിൻ്റെ പരിഹാരം അവൻ്റെ ജീവിതത്തിൽ ഞാൻ നൽകിയാൽ, കദാലിക ദുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയാൻ അതിൻ്റെ അവസാന ഭാഗത്ത്, അഥവാ അവൻ്റെ ജീവിതത്തിൽ കഅല്ലം യദഉനാ ഇലാ ദുർരിൻ മസ്സഹു, അങ്ങനൊരു പ്രയാസത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി അവൻ എന്നോട് പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന രൂപത്തിലാണ് പിന്നീട് അവൻ്റെ ജീവിതം കണ്ടാൽ തോന്നിപ്പോകുക എന്നാണ്. പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിനോട് ഇരുന്നും കടന്നുമൊക്കെ ചോദിച്ചവൻ, പ്രയാസങ്ങൾ മാറി ജീവിതത്തിൽ ഒരു ഐശ്വര്യമൊക്കെ വന്നപ്പോൾ അള്ളാഹു പറയാൻ അങ്ങനെ ഒരു പ്രയാസം തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലാണ് അവൻ പിന്നീട് ജീവിക്കുക. അഥവാ ഐശ്വര്യമുണ്ടാകുമ്പോൾ അള്ളാഹിനെ മറന്നു പോകുന്നവർ, പ്രയാസങ്ങളും ദുരിതങ്ങളും മാത്രം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ മാത്രം ഓർക്കുന്ന ആളുകൾ.
അത് ജീവിതത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകരുത്. പ്രവാചകൻ പറഞ്ഞല്ലോ, മൻ സർറഹു അയ്യസ്തജീബല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ കർബ്. ആരെങ്കിലും തന്റെ പ്രയാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിഗണിക്കണം, അല്ലാഹു തന്റെ ജീവിതത്തിൽ ഇടപെടണം എന്നാഗ്രഹിക്കുന്നുണ്ടോ, ഫൽയുക്സിറു ദുആ ഫിർറഖാ, അവന്റെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ സമയത്തും പ്രാർത്ഥനകൾ അധികരിപ്പിക്കട്ടെ എന്ന്. ഉള്ള സമയത്തും അള്ളാഹനെ ഓർക്കുന്ന ആളാണോ, ഇല്ലാത്ത സമയത്തും അള്ളാഹു സഹായിക്കും. എന്നാൽ ഇല്ലാത്ത സമയത്ത് മാത്രം അള്ളാഹനെ ഓർക്കുന്ന ആളാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതൊരു പ്രയാസവും രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും മാത്രം കടന്നു വരുമ്പോൾ അപ്പം മാത്രം കുറേ സമയം കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അതിന് പരിഹാരം വാങ്ങുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാ സമയത്തും അള്ളാഹുവിനെ നന്ദി കാണിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കേണ്ടവനാണ് വിശ്വാസി. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം അതാണ്, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും സന്താപത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് പറ്റണം, അല്ലേ? മൂന്നാമത്തത് എന്താ പ്രിയപ്പെട്ടവരെ, ചോദിക്കുമ്പോൾ പലപ്പോഴും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ചോദ്യം അത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് തരും, ഞാൻ ചോദിച്ചാൽ അത് നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന ആത്മാർത്ഥമായ യഖീനോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലേ? മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര തവണ കേട്ടതാണ് അയ്യൂബ് നബിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന 18 വർഷക്കാലമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായി കഴിഞ്ഞുകൂടിയത് എന്നാണ്. പക്ഷേ ആ 18 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിലാണ് ഒരു 18 കൊല്ലം ഒരു മാരകമായ രോഗത്തിൻ്റെ അടിമയായി നമ്മൾ ജീവിക്കേണ്ടി വന്നത് എങ്കിലോ നമ്മളെന്താ പറയുക, എല്ലാം നോക്കി, അല്ലേ? ഇപ്പം എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് തീരുമാനിക്കുന്ന പോലെയൊക്കെ ആയിക്കോട്ടെ. നമ്മളെല്ലാവരും അവസാനത്തിലേക്കാണ് പലപ്പോഴും അള്ളാഹനെ കൂട്ടുപിടിക്കാറുള്ളത്. എല്ലാം കഴിഞ്ഞ് എല്ലായിടത്തുനിന്നും നമ്മൾ ഒഴിവാക്കിയാൽ അവസാനം വീട്ടിലേക്കെത്തി ഇനി ഒന്നും കൊണ്ടും സഹായിക്കാൻ അല്ലെങ്കിൽ എവിടെയും ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അപ്പം മാത്രം ജീവിതത്തിൽ അള്ളാഹിലേക്ക് തവക്കുലാക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ജീവിതത്തിലുള്ളത്. എന്നാൽ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അൽദുറു വഅൻത അർഹമുർ റഹീമീൻ. പഠിച്ചോനെ, ജീവിതത്തിലൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്, നീ അർഹമുർ റഹീമാണ്, കാരുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കരുണയുള്ളവനാണ്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ ജീവിതത്തിൻ്റെ വർഷങ്ങൾ ഈ ബെഡിൽ കിടന്നാലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും, കാരണം നീ കരുണ കാണിക്കുന്നവനാണ്. ആ ബോധ്യമാണ് ജീവിതത്തിൽ അദ്ദേഹത്തിന് പിന്നീടുണ്ടായ സമൃദ്ധി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു യഖീന്. ചോദിച്ചാൽ തരാൻ കഴിവുള്ളവനാണ് റബ്ബ്, അല്ലേ? മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുമ്പോൾ മുടി നരച്ച് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, എല്ലുകൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ ഒരു കുട്ടിനെ തരാൻ. ലോകത്തൊരു ട്രീറ്റ്മെൻറ്റുകൾക്കും സാധ്യമാകാത്തത് നിന്നെക്കൊണ്ട് കഴിയും, കാരണം വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിരാശയില്ലാതെ എൻ്റെ പ്രതീക്ഷകൾ മുമ്പിൽ നിന്നെ മാത്രം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവേ ഇതാ നിന്റെ റബ്ബ്, നിന്റെ മുമ്പിൽ നിന്റെ അടിമ ഇതാ ചോദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കിട്ടിയില്ലേ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ അള്ളാഹു നൽകുമെന്ന ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹു തരാൻ കഴിവുള്ളവനാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് പ്രവാചകന്മാരുടെ ചരിത്രമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചാൽ അത് റബ്ബ് തരും എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ധൃതി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
അല്ലെ? ചോദിക്കുമ്പോഴേക്ക് കിട്ടണം എന്നത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ധൃതി കാണിക്കരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, ലാ യസാലു യസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതിയത്തി റഹ്മിൻ മാ ലം യസ്തഅജിൽ. ഒരാൾ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്ന, അവൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, 2 കാര്യങ്ങൾക്ക് ഒഴികെ. ഒന്നൊരു തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, രണ്ടാമത്തത് കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിലും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് രണ്ടുമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അടിമ റബ്ബിനോട് അനുവദനീയമായ വിഷയത്തിൽ ചോദിച്ചാൽ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. പക്ഷേ മാലം യസ്തഅജിൽ, അവനൊരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅജാൽ, എന്താ നബിയെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂൽ, അവൻ പറയലാണ്, എന്ത്? ഖദ് ദഅഉതു വ ഖദ് ദഅഉതു ഫലം അറാ യസ്തജീബു ലി. ഞാൻ എത്ര തവണ പ്രാർത്ഥിച്ചതാ, ഞാൻ എത്രയേ തവണ അള്ളാഹിനോട് ചോദിച്ചതാ, പക്ഷേ എനിക്കിതൊരു ഉത്തരം കിട്ടിയിട്ടില്ല, എനിക്കല്ല ഉത്തരം തരുന്നില്ല എന്ന് പറയലാണ് അവൻ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലേ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മൾ ചോദിക്കുന്നതിനും നമ്മൾ ആവശ്യപ്പെടുന്നതിനും നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. അത് 3 രൂപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ധൃതി കാണിക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരടിമ അള്ളാഹിനോട് ചോദിച്ചാൽ 3 രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനുള്ള ഇജാബത്ത് ലഭിക്കുക. ഒന്നാമത്തത്, ചോദിച്ചത് ഒരു പക്ഷേ ഉടനെ അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കും. രണ്ടാമത്തത്, ദുനിയാവിൽ വെച്ചൊരു പക്ഷേ അവൻ അത് ലഭിച്ചു കൊള്ളണമെന്നില്ല, പരലോകത്തേക്ക് റബ്ബ് ആ ചോദ്യത്തിൻ്റെ മറുപടി മാറ്റിവെക്കുമെന്നാണ്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു അപകടത്തെ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് മായ്ച്ചു കൊടുക്കും, ഇല്ലാതാക്കി കൊടുക്കും. ഈ 3 രൂപത്തിലാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം ലഭിക്കുന്ന വഴികളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് ധൃതി കാണിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചാൽ, അല്ലെ, അയ്യൂബ് നബി അലൈഹി സ്വലാം 18 വർഷം പ്രാർത്ഥിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധൃതി കാണിച്ചിരുന്നെങ്കിലോ? ജീവിതത്തിൽ ചില സമയങ്ങൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകും, ആ സമയത്തിലെ അത് ജീവിതത്തിൽ അള്ളാഹു നിർവഹിച്ചു തരുള്ളൂ. നമ്മൾ ധൃതി കാണിച്ചത് കൊണ്ടും നമുക്ക് ഇപ്പം തന്നെ കിട്ടണമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അത് ജീവിതത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല. അവിടെയും ക്ഷമയാണ് അള്ളാഹു ജീവിതത്തിൽ വിശ്വാസിക്ക് നൽകിയ മറ്റൊരനുഗ്രഹമെന്ന് പറയുന്നത്. അല്ലേ, ആ സഹിക്കുന്നതിനും ആ അനുഭവിക്കുന്ന വേദനക്കും ആ ടെൻഷനുമൊക്കെ ജീവിതത്തിൽ പ്രതിഫലമുണ്ട്. അതൊന്നും വെറുതെയല്ല. ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും പ്രാർത്ഥിച്ച് ക്ഷമയോടെ കൂടി കാത്തിരിക്കുന്നവന്റെ ക്ഷമക്കും അള്ളാഹു പ്രതിഫലം തരാന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ ക്ഷമിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇജാബത്തിന് കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. ധൃതി കാണിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ അള്ളാഹു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്നതും ഒരിക്കലും തന്നെ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് തോന്നുന്നതുമൊന്നും റബ്ബിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അത് ബോധ്യമുണ്ടാകണം. അതാ പറഞ്ഞത്, റബ്ബിനെ ബോധ്യപ്പെടണം, അവൻ്റെ കഴിവുകളെ ബോധ്യപ്പെടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും രക്ഷപ്പെടുന്ന രംഗം. പിന്നിലേക്ക് ഓടിയാൽ മരണം ഉറപ്പാണ്. കാരണം പിന്നിൽ ആയുധങ്ങളുമായി കാത്തു നിൽക്കുന്നത് ഫിർഔനും കൂട്ടരുമാണ്. മുമ്പിലേക്ക് എന്തും വരട്ടെ എന്ന് വിചാരിച്ചോടിയാൽ മുന്നിലുള്ളത് കണ്ണെത്താ ദൂരത്തുള്ള സമുദ്രമാണ്. അതിലേക്ക് ചാടിയാലും മരണമുറപ്പാണ്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ റബ്ബിനോട് ചോദിച്ച്, അല്ലെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ തവക്കുലാക്കിയ തവക്കുല്,
അതാണ് അത്ഭുതം സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ലോകത്ത് ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധം, ഒരാൾക്കും മനസ്സിൽ ആലോചിക്കാൻ കഴിയാത്തൊരു വഴി ലോകത്തിൻ്റെ റബ്ബ് അവരുടെ മുമ്പിലേക്ക് തുറന്നു കൊടുക്കുകയാണ്. തഫ്സീറുകളിൽ കാണാം, വലിയ പർവ്വതങ്ങൾ കണക്കെ തിരമാലകൾ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു എന്നാണ്. എന്നിട്ട് ഒരു സുന്ദരമായ വഴി അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു. അല്ലേ? തഫ്സീറുകളിലൊക്കെ വിശദീകരണങ്ങൾ വായിക്കുന്നിടത്ത് കാണാൻ പറ്റും, സാധാരണ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ളം മാറിന്നാൽ ചെളിയുള്ള നനഞ്ഞ മണ്ണായിരിക്കും അവിടെ ഉണ്ടാകുക. ആ തഫ്സീറിൽ കാണാം, ഒരു ചെളി പോലും ഇല്ലാത്ത ഉണങ്ങിയൊരു വഴിയാണ് അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നത് എന്നാണ്. ആ വഴിയിലൂടെ അതിസുന്ദരമായി ഒരു പ്രയാസവുമില്ലാതെ മൂസാ നബിയും അനുയായികളും അപ്പുറത്തേക്ക് രക്ഷപ്പെട്ട് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അതാണ് റബ്ബിൻ്റെ അത്ഭുതമെന്ന് പറയും. റബ്ബ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ലോകത്ത് മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാളും മനുഷ്യർ ആലോചിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തുള്ള വഴിയാണ് റബ്ബ് തുറന്നു തരിക. കാരണം റബ്ബ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് എന്ത് എളുപ്പമാണ്. അള്ളാഹ്ക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. കാരണം എല്ലാം റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ്. അല്ലേ? കത്തിജ്വലിക്കുന്ന തീ എന്ന് പറയുന്ന ആ അഗ്നിയുടെ സ്വഭാവത്തെ കുളിർമയുടെ തണുപ്പാക്കി നൽകാൻ ലോകത്തിൻ്റെ രക്ഷിതാവിന് സാധിച്ചത് ഇബ്രാഹിം നബിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്. തീൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കത്തി അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ഒരു വസ്തുവിനെ. പക്ഷെ ആ തീയിൻ്റെ ഉള്ളിൽ സുഖസുന്ദരമായി തണുപ്പോടുകൂടി ആശ്വാസത്തോടുകൂടി അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റി. കാരണം എന്താ? തീയിനെ സൃഷ്ടിച്ച റബ്ബ്, ആ തീയിൻ്റെ സ്വഭാവം ചൂടാകണമെന്ന് ലോകത്ത് തീരുമാനിച്ച റബ്ബ്, ആ റബ്ബ് തീരുമാനിച്ചു ആ ഒരല്പസമയത്തേക്ക് ആ തീയിൻ്റെ സ്വഭാവം മാറണം. അതാണ് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നോക്കൂ നിങ്ങൾ, 3 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലേ? ഇരുട്ടറകൾക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഏതാ ഇരുട്ടറകൾ? ഒന്ന് രാത്രിയാകുന്ന ഇരുട്ടാണ്, രണ്ടാമത്തത് സമുദ്രത്തിൻ്റെ അടിത്തട്ടാകുന്ന ഇരുട്ടാണ്, മൂന്നാമത്തത് മത്സ്യത്തിൻ്റെ വയറാകുന്ന ഇരുട്ടാണ്. അവിടെ വെച്ച് ഒരു മനുഷ്യൻ ലോകത്തെ ആരും കാണാത്ത ഒരു മൂലയിൽ വെച്ച്, ഒരു ഭാഗത്ത് വെച്ച് തൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന ആ മത്സ്യത്തിൻ്റെ വയറും കടന്ന്, ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളും കടന്ന് ആകാശലോകത്തേക്ക് റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി. നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് വളരെ സിമ്പിളായി നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത കൂടി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പറയാൻ വളരെ എളുപ്പമുള്ള, നമുക്കൊക്കെ അറിയുന്ന ചില വാചകങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനൻ്റെ മൂർച്ച എന്താണെന്നറിയോ? മറ്റൊരു സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചല്ലോ, ആ ഒരു വാചകം അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് റബ്ബിനോട് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഖുർആനിൽ അല്ലാഹു പറയാൻ, സൂറത്തു സ്വാഫാത്തിന്റെ 144-ാമത്തെ വചനം, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെയും അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അങ്ങനെ കടക്കേണ്ടി വന്നേനെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥനയാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹ് രക്ഷപ്പെടുത്താനുള്ള കാരണം. ആ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാതെ ഞാൻ രക്ഷപ്പെടുന്നില്ല, നീ ആരെന്നെ രക്ഷപ്പെടുത്തുക, എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതെ അദ്ദേഹം അവിടെ ഇരുന്നെങ്കിൽ അള്ളാഹു പറയാൻ, ലലബിസ ഫീ ബത്നിഹി, അദ്ദേഹം ആ വയറ്റിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വന്നേനു. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം അങ്ങനെ കടക്കേണ്ടി വന്നേനു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മൂർച്ചയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ചില്ലറയല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന വെച്ച് തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞത്, ഖുർആനിൽ വന്ന അതേ വാചകം വെച്ച് ദഅവത്ത് ദിന്നൂൻ, യൂനുസ് നബിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ,
ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ചെറുതാകട്ടെ വലുതാകട്ടെ, ദഅവത്ത് ദിന്നൂൻ, യൂനുസ് നബി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, അത് ജീവിതത്തിൽ നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളകപ്പെട്ട പ്രയാസത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദിന്നൂനിന്റെ പ്രാർത്ഥന, യൂനുസ് നബിയുടെ പ്രാർത്ഥന, അത് ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് തൻ്റെ പ്രയാസം കൂടി അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉത്തരം നൽകാതെ അവനെ വിടുകയില്ല, അവന് ഉത്തരം നൽകപ്പെടാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരായുധമായി പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ നമ്മുടെ കൂടെയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നമ്മളൊന്നും വിചാരിക്കുന്നതും നമ്മളൊന്നും ആഗ്രഹിക്കുന്നതുമല്ല പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുക. അസാധാരണമെന്ന് നമ്മൾ വിചാരിക്കുന്ന, അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും റഹ്മാനായ റബ്ബ് അവൻ ജീവിതത്തിൽ അവൻ്റെ അടിമകൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവസാന കാലഘട്ടത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഉർസുഖ്നി ശഹാദത ഫീ സബീലിക, അല്ലാഹുവേ നീ നിന്റെ മാർഗത്തിൽ ഒരു ഷഹീദായി എന്നെ മരിപ്പിക്കണമേ. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതോടൊപ്പം തന്നെ എൻ്റെ മരണത്തെ നീ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട നാടായ മദീനയിൽ നീ ആക്കുകയും ചെയ്യണമേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. ഈ ഒരു പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം പലപ്പോഴും സ്വഹാബത്തിന് വല്ലാത്ത അത്ഭുതമുള്ളതായിരുന്നു. കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ളത് സ്വഹാബത്തിനൊക്കെ അറിയുന്ന കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും അറിയുന്ന കാര്യമാണ്, ഞാൻ ഷഹീദായിട്ടാണ് മരിക്കുക. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരിക്കൽ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നാലുപേരും ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ ഉഹദ് മല ഒന്ന് അവരെ കൊണ്ട് കുലുങ്ങി എന്നാണ്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ നീ അവിടെ നിലനിൽക്ക്, നീ അവിടെ ഒതുങ്ങി നിൽക്ക്. അലൈക നബിയുല്ലാഹി വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിൽ ഇപ്പോഴുള്ളത് അള്ളാഹിൻ്റെ റസൂലാണ്, സിദ്ദീഖാണ്, രണ്ട് ശുഹദാക്കളാണ്, രണ്ട് ഷഹീദുകളാണ്. ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ സ്വഹാബത്തിന് മനസ്സിലായിട്ടുണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക. പക്ഷെ സ്വഹാബത്തിന് അത്ഭുതപ്പെടുത്തിയത് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് അല്ലേ. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ എന്നെ നീ മരിപ്പിക്കണേ, മദീനയിൽ വെച്ച് മരിക്കണേ എന്നാണ്. കാരണം എന്താ, സ്വഹാബത്തിന് അത്ഭുതം ഉണ്ടാകാൻ കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണമെന്ന് പറയുന്നത്, ഇസ്ലാമിക പ്രവിശ്യ എന്ന് പറയുന്നത് വളരെ വിശാലമായി 20 ഭൗതിക സാമ്രാജ്യത്തെ അല്ലേ, റോമൻ പേർഷ്യ സാമ്രാജ്യങ്ങളടക്കം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാൽച്ചുവട്ടിലാണ്. മദീനയിലേക്ക് കടന്നു വന്ന് യുദ്ധം ചെയ്യാൻ ഒരാളുമില്ല. അത്രയും വലിയ സമാധാനത്തിൻ്റെ കാലഘട്ടത്തിലാണ് മദീന ജീവിക്കുന്നത്. അപ്പോൾ സ്വഹാബത്തിനൊക്കെ വല്ലാത്തൊരു അത്ഭുതം, എങ്ങനെ ഇപ്പം ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുക? മദീനയുടെ ഉള്ളിൽ വെച്ചിട്ട്, മദീനയുടെ ഉള്ളിൽ വെച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു യുദ്ധം ചെയ്യാൻ ആരാഞ്ഞി കടന്നു വരിക? അതുകൊണ്ട് ആ രണ്ടാമത്തെ ഭാഗം സ്വഹാബത്തിന് വല്ലാത്തൊരു ആശങ്കയുള്ളതായിരുന്നു എന്നാണ്. പക്ഷേ ഹിജറ 23 അല്ലേ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇമാമായി സുബഹി നമസ്കരിക്കുമ്പോൾ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ വന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വയറ്റിലേക്ക് ആഞ്ഞുകുത്തിയിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഷഹീദായി യാത്ര പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക്
ജീവിതത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഷഹീദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചാൽ മാത്രമല്ലല്ലോ ഷഹീദാകുക. ഒരു ശത്രു ഒറ്റക്ക് വന്ന് കുത്തിക്കൊലപ്പെടുത്തിയാലും അത് ഷഹീദാണ്. അതാണ് സ്വഹാബത്തിന് അത്ഭുതമുണ്ടായ കാര്യം, അല്ലേ? അത് കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ പ്രാർത്ഥനയുടെ പൊരുൾ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ വിചാരിക്കുന്നതും ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ മടിച്ചു നിൽക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും രണ്ട് കൈകൾ ഉയർത്തി റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞിട്ടേ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൈ നീട്ടാൻ പാടുള്ളൂ എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. 10 രൂപക്കാണ് ആവശ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ ആദ്യം അത് പറഞ്ഞ്, എന്നിട്ട് ജീവിതത്തിൽ അതിനൊരു വഴി അള്ളാഹു കാണിച്ചു തരുന്നത് ഒരുപക്ഷെ അത് ജീവിതത്തിൽ നമ്മൾ ഒരാളോട് ചോദിക്കുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ ചോദിക്കാതെ ആ ഒരു സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതിലൂടെയാകാം. ഒരിക്കലും എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷം അള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ചോദിക്കുമ്പോൾ ആദ്യം റബ്ബിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവനോട് ചോദിച്ചിട്ടേ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് കൈകൾ ഉയർത്താൻ, കൈകൾ നീട്ടാൻ പാടുള്ളൂ എന്ന് ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ചോദിക്കാത്തതിൻ്റെ പേരിൽ നാളെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം പരലോകത്ത് നമ്മുടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കാര്യത്തിൽ ഉണ്ടാകരുത്, അല്ലേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു ദിവസം 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിൻ്റെ അടുക്കൽ പറയുമെന്നാണ്. അള്ളാഹുവേ, അയാൾക്ക് നീ സ്വർഗത്തിൽ പ്രവേശനം നൽകണേ. വമനിസ്തജാറ മിനന്നാരി സലാസ മറ, ആരെങ്കിലും അള്ളാഹുവിനോട് 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയുമെന്ന്. അള്ളാഹുവേ, അയാളെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തണേ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു 3 തവണ സ്വർഗം ചോദിക്കാനും ഒരു ദിവസം ഒരു 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? അതുകൊണ്ട് ചോദിക്കാത്തത് കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം നഷ്ടമാകരുത്, അല്ലേ? പരലോകത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും സ്വർഗത്ത് പോകുമ്പോൾ നമ്മളെ സ്വർഗത്തിൽ കയറ്റാത്തതിൽ, നമ്മൾ സ്വർഗത്തിൽ പോകാത്തതിൻ്റെ കാരണം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അത് ചോദിക്കാൻ മറന്നുപോയതാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന എത്രയാണ്. നമ്മൾ നരകത്തിൻ്റെ അവകാശികളായി മാറിയത് പലപ്പോഴും നമ്മുടെ ഏടുകളിൽ, നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ രേഖയിൽ നരകരക്ഷ നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ നരകത്തിൻ്റെ അവകാശിയായി പോയത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന വേദന എത്രയാണ്. അതുകൊണ്ട് ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണുകയും ആ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം റബ്ബിനോട് ചോദിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ജീവിതത്തിൽ പ്രവാചകന്മാർക്ക് മാത്രമേ അള്ളാഹു അത്തരത്തിലുള്ള അത്ഭുതങ്ങളിലൂടെയുള്ള രക്ഷപ്പെടുത്തലുകളും ഇജാബത്തും നൽകുകയുള്ളൂ എന്നൊരിക്കലും അള്ളാഹു പറഞ്ഞിട്ടില്ല. നമ്മളൊന്നും ചോദിച്ചാൽ നമുക്കത്തരത്തിലുള്ള ഒരു രൂപത്തിലുമുള്ള ഇടപെടലുകൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അല്ലേ? എത്ര ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ കഴിവുള്ളവനാണ്. എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ ജീവിതത്തിൽ അവസരമുണ്ട് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളാകാം, അല്ലേ? എത്ര തവണ നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും ഇനിയൊരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ഒരു വൈകാരികമായ സമയത്ത്, സന്ദർഭത്ത് നമ്മൾ ആ തെറ്റിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ പിശാച് നമ്മളോട് പറയും, ഇനി ചോദിക്കണ്ട. എത്ര തവണ പ്രതിജ്ഞ എടുത്തതാ, എത്ര തവണ മടങ്ങില്ല എന്ന് തീരുമാനിച്ചതാ, എന്നിട്ട് വീണ്ടും ചെയ്തതല്ലേ, ഇനി റബ്ബ് പുറത്തു തരുമോ എന്ന് പിശാച് ഒരു പക്ഷേ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കും. പക്ഷേ കാരുണ്യവാനായ റബ്ബ് പറഞ്ഞതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തിയതെന്താ? ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെത്ര തന്നെ ജീവിതത്തിൽ വലിയ തിന്മകൾ ചെയ്തവരാണെങ്കിലും, അല്ലേ, എത്ര വലിയ തിന്മകൾ സംഭവിച്ചവരാണെങ്കിലും, ഏതുവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലൗ ബലഗത ദുനൂബക അനാനസ്സമാ, ആകാശം മുട്ടെ തിന്മകളുമായിട്ടാണ് റബ്ബിലേക്ക് നിങ്ങൾ കൈകൾ ഉയർത്തുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ശിർക്ക് ചെയ്യാത്തവരാണോ, പുറത്തു തരാൻ ഞാൻ ഒരുക്കമാണ്.
ആകാശം മുട്ട തിന്മകൾ ചെയ്താലും അത് ജീവിതത്തിൽ പുറത്തു തരാൻ റബ്ബൊരുക്കമാണ്. ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് എത്ര ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചവരാണെങ്കിലും, എത്ര വലിയ തിന്മകളിലേക്ക് മടങ്ങില്ല എന്ന് തീരുമാനിച്ചവരാണെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞതുപോലെ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, തൻ്റെ ജീവിതത്തിൽ തന്നോട് തന്നെ അക്രമം ചെയ്തു പോയ അടിമകളെ വിളിച്ച് പറ നബിയെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തു പോയ തിന്മയുടെ കാര്യമോർത്തുകൊണ്ട് അള്ളാഹുലേക്ക് നിരാശപ്പെട്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അള്ളാഹു റഹീമാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. അതുകൊണ്ട് അവനോട് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും അവൻ പുറത്തു തരും എന്നല്ലാഹുവിൻ്റെ വാഗ്ദാനം നമുക്കുള്ളപ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തിന് നമ്മൾ ചോദിക്കാതിരിക്കണം? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുക. കടത്തിൻ്റെ ബാധ്യതകളാണോ നമ്മൾ അലട്ടുന്ന പ്രശ്നം? രോഗമായ ഏറ്റവും വലിയ, ഇന്ന് സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചിട്ടില്ലാത്ത മെഡിസിനുകൾ പോലും ഇന്ന് പ്രാബല്യത്തിൽ വരാത്ത അത്രയും വലിയ രോഗത്തിൻ്റെ ഉടമയായി ജീവിക്കുന്നതാണോ നമ്മുടെ പ്രശ്നം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് അവനോട് ചോദിക്കാൻ, അവൻ്റെ മുമ്പിൽ ആവശ്യങ്ങൾ നിരത്തിവെക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ബോധ്യപ്പെട്ട് ആ റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് അവൻ്റെ മുമ്പിൽ വിനയാന്വിതരായി അവൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ഒരു നല്ല വിശ്വാസിയായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പരിശ്രമിക്കുക. അത്തരത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി, യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ ബോധ്യപ്പെട്ട് അവൻ്റെ എല്ലാവിധ കഴിവുകളെയും ജീവിതത്തിൽ മനസ്സിലാക്കി അവനെ എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്യുന്ന, അവനോടെപ്പോഴും പ്രാർത്ഥിക്കുന്ന നല്ല അടിമകളായി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെയായി ധാരാളം തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹു അതൊക്കെ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന ഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അവകാശികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമൊക്കെയുണ്ട്. അല്ലാഹുവിൻ്റെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.